ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമോ. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 16-ാമത്തെ ദശകം ആരംഭിക്കുകയാണ്. 16-ാമത്തെ ദശകമാണ്. ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് ഇവിടെ പാരായണം ചെയ്തത്, അർത്ഥം അവതരിപ്പിക്കുന്നത്. നരനാരായണ അവതാരവും ദക്ഷയാഗവുമാണ് 16-ാമത്തെ ദശകത്തിലെ 10 ശ്ലോകങ്ങളിലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ നരനാരായണ അവതാരം, അതിലെ ദക്ഷയാഗവും, അതിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ആദരവോടും ക്ഷണിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 14-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് കപിലോപദേശം ഒരിക്കൽ കൂടെ വായിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഭഗവത് സ്തുതി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുക്തിവാതാലയവാസ വിഷ്ണു. ഭഗവാനെ, എന്റെ അസുഖങ്ങളിൽ നിന്നൊക്കെ എന്നെ മാറ്റിത്തരണേ. അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖക്കേട്, വേറൊരാൾക്ക് വേറൊരു അസുഖം, വേറൊരാൾക്ക് വേറൊരു അസുഖം, എല്ലാവർക്കും പല രീതിയിലുള്ള അസുഖങ്ങളാണല്ലോ. എല്ലാം മാറ്റിത്തരാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം നമുക്കെല്ലാം. അതാണ് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ഓരോ ശ്ലോകങ്ങളിലും പറയുന്നത്. അപ്പൊ നമ്മൾ കപില ചരിതം ഒന്നുകൂടെ വായിക്കാം. മദേഹ ഗുണസക്ത ബന്ധകൃത്യേഷു സക്ത ത്വമൃതകൃതിപരന്തേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. പ്രകൃതി മഹദഹങ്കാരാച്ഛ മാത്രാച്ഛ ഭൂത നിബിഹൃതവിദസാക്ഷി പൂരുഷ പവിംസഃ ഇതി വിദിത വിഭാഗോ മുച്യതേസോ പ്രകൃതോ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. പ്രകൃതി ഗണഗുണൗഘർണാജ്യതേ പുരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തംഭജേരൻ മധുരജനതത്വാലോചനൈഃ സാപ്യപേയാത് കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. വിമലമധുരുപാത്തൈഃ ആസനാദ്യൈർമദംഗം ഗരുഡസമാധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുടിതമാലം ശീലയേതാനുവേലം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. മഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈഃ മയൂസുരസരിതോക പ്രക്ഷ്യചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തിഃ സാഹി മൃത്യോർവിചിത്രൈ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. അഹഃ ബഹുലൈഃ സഞ്ചിതാർത്ഥൈഃ കുടുംബം പ്രതിദിനമനുപുഷ്പൻ ശ്രീജിതോ ബാലലാളീ. വിശദിഃ സൃഗസക്തോ യാതനാമയ്യഭക്തഃ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. യുവതി ജഡരഗിന്നോ ജാതബന്ധോപ്യകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയോല്ലംഘ്യ ബാലം പുനരവിപദ മുഹ്യതേവ കാരുണ്യകാലേ കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. പിതൃസുരഗണയാജിധാർമ്മികോ യോ ഗൃഹസ്ഥഃ സജനിപതതി കാലേ ദക്ഷിണോധ്യാപകാമി മയി നിഹതിമകാമം കർമ്മ തുദക്പദാർത്ഥം കപിലതനുരുതിത്വം ദേവഹൂത്യൈനഗാദീ. ഇതി സുവിദിതവേദ്യാം ദേവഹേവഹൂതീം കൃതനുതിമനുഗ്രഹത്വം ഗതോ യോഗിസംഗൈഃ വിമലമതിരധൗസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. പരമഹിമു ബഹൂത്യാ ത്വത്പദാംബോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തുദിയൂമയാൻമേ ഗുരുപവനപുരേശ തയുഗാദസ്വഭക്തിം. 10-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിച്ചത്. പരമ കിമു ബഹുത്യാ
त्वत्पदाम्बोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वासि वदसि खलु दृढं त्वं त्वद्विधीया मयान्मे वदसि खलु दृढं त्वं त्वद्विधूया आमयान्मे वदसि खलु दृढं त्वं तद्विधीया आमयान्मे गुरुपवनपरेश त्वयुवादस्वभक्तिं परमकिमबहुवाक्त्वा त्वत्पदाम्बोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वदसि खलु दृढं त्वं त्वद्विधीया मयान्मे गुरुपवनपुरेश तयुवादस्वभक्तिम्. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ അമ്മയ്ക്ക് ഉപദേശം കൊടുത്ത മഹാവിഷ്ണുവിന്റെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്തത് നമ്മള് ശ്രീമദ് നാരായണീയത്തിലെ അടുത്ത അവതാര വർണ്ണനയുണ്ടല്ലോ, അതിലേക്ക് പോകാം. 16-ാമത്തെ ദശകം. ദക്ഷോ വിരിഞ്ചതനയഃ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസീദിമിഹ ഷോഡശ ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ചതനയോദ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഃ ധർമ്മത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതിം ഗിരീശേ ത്വദംശ. ദക്ഷ വിരിഞ്ച തനയഃ അർത്ഥ മനോ തനൂജാം ലബ്ധ്വാ പ്രസീദിം ഇഹ ഷോഡശ ച അപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ദക്ഷവിരിഞ്ചതനയദാ മനോത്തനൂജാം ലബ്ധ്വാ പ്രസൂതിഃ ഷോഡശ ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. അക്കാലത്ത് ബ്രഹ്മപുത്രായ ദക്ഷൻ സ്വയംഭൂ മനുവിന്റെ പുത്രിയായ പ്രസൂതിയെ കൈക്കൊണ്ടു. അതായത് സ്വയംഭൂ മനുവിന് ദേവഹൂതിക്കും 9 പെൺകുട്ടികൾ ഉണ്ടായാലും ഒരു കപിലനും 9 പെൺകുട്ടികൾ. ഈ 9 പെൺകുട്ടികളെ ആരൊക്കെയാണ് വരിച്ചു എന്നാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അതില് ബ്രഹ്മാവിന്റെ സ്വയമായിട്ട് ജനിച്ച ആളാണ് ഒരാള് കർദമൻ, അടുത്ത ആള് യക്ഷൻ. യക്ഷൻ അച്ഛനമ്മയല്ല, ബ്രഹ്മാവായിട്ട് നിഴലിൽ ജനിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ബ്രഹ്മാവായിട്ട് ജീവൻ കൊടുത്ത ആളാണ് യക്ഷൻ. അപ്പോ അക്കാലം ബ്രഹ്മപുത്രനായ ദക്ഷൻ സ്വയംഭൂ മനുവിന്റെ 9 പുത്രികളിൽ ഒരു പുത്രിയായ പ്രസൂതിയെ കൈക്കൊണ്ടു. സ്വയംഭൂവിന്റെ ഒരു പുത്രിയായ ദേവഹൂതി. അപ്പൊ ദേവഹൂതിയെ കർദമൻ കല്യാണം കഴിച്ചു. അടുത്തത് സ്വയംഭൂ മനുവിന്റെ ഒരു പുത്രിയായ പ്രസൂതിയെ കല്യാണം കഴിച്ചു. അവളിൽ 16 കന്യകളെ ലഭിച്ചു എന്നല്ല, 13 പേരെ ധർമ്മരാജാവിലും സ്വത എന്നവളെ പിതൃക്കളും സ്വാഹ എന്ന കന്യകളെ അഗ്നിദേവനിലും സതീദേവിയെ അങ്ങയുടെ അംശമായ ശ്രീ പരമേശ്വരനും സമർപ്പിച്ചു. അപ്പോ ഈ സ്വയംഭൂ മനുവിന് ദേവഹൂതിക്കും ചേർന്നിട്ട് കുട്ടികളുണ്ടായി. ആ കുട്ടികളിൽ പ്രസൂതി എന്ന കുട്ടിയെ ദക്ഷൻ കല്യാണം കഴിച്ചു. പ്രസൂതി എന്ന കുട്ടിയെ ദക്ഷൻ കല്യാണം കഴിച്ചു. ആ ദക്ഷന് 16 കുട്ടികളുണ്ടായി, പെൺകുട്ടികളുണ്ടായി. ഈ 16 പെൺകുട്ടികൾ എന്ത് ചെയ്തു അയാള്? അതിൽ 13 പേരെ ധർമ്മരാജാവിന് കല്യാണം കഴിച്ചു കൊടുത്തു. സ്വത എന്നവളെ പിതൃക്കളിലും സ്വാഹ എന്ന കന്യകയെ അഗ്നിദേവനിലും അർപ്പിച്ചു. പിന്നെ സതീദേവിയെ അങ്ങയുടെ അംശമായ പരമേശ്വരനും അർപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉൽപ്പത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അടുത്തത് 2-ാമത്തെ ദശകം, 2-ാമത്തെ ശ്ലോകം. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം ജന്മനി പ്രമുദിതാഃ കൃതദുര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രഭുഷുർനുനു സുരൗഖഃ ദുർമൂർത്തിഃ ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം ജന്മനി പ്രമുദിതാഃ കൃതദുര്യഘോഷാഃ പുഷ്പോത്കരാൻ
പ്രഭവസുന്നലവുസുരൗഘോ മൂർത്തി ധർമ്മഗൃഹിണീ സുഷുഭേ ഭവന്തം നാരായണം നരസകം महित अनुभावം യജ്ജന്മനി പ്രമുദിതാഃ കൃതതുര്യഘോഷാഃ പുഷ്പ ഉത്കരാൻ പ്രവവൃഷുഃ ലുലുവുഃ സുര ഓഘൗ മൂർത്തർഹി ധർമ്മഗൃഹിണീ സുഷുഭേ ഭവന്തം നാരായണം നരസകം महितानुभावം യജ്ജന്മനി പ്രമുദിതാഃ കൃതതുര്യഘോഷഃ പുഷ്പോത്കരാൻ പ്രവവൃഷുഃ ലുലുവുഃ സുര ഓഘൗ. ധർമ്മരാജന്റെ പത്നിയായ, അപ്പോൾ ധർമ്മരാജാവിന് 13 പേരാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പൊ ധർമ്മരാജാവിന്റെ പത്നിയായ മൂർത്തി എന്നവളാകട്ടെ സകലരാലും വാഴ്ത്തപ്പെട്ട മഹിമയോട് കൂടിയവനും നരൻ എന്ന സഖാവോട് കൂടിയ നാരായണമൂർത്തിയായ നിൻ തിരുവടിയെ പ്രസവിച്ചു. ധർമ്മരാജാവിന്റെ പത്നിയായ മൂർത്തി എന്നവളാകട്ടെ സകലരാലും വാഴ്ത്തപ്പെട്ട മഹിമയോട് കൂടിയവനും നരനെന്ന സഖാവോട് കൂടിയവനായ നാരായണമൂർത്തിയെ പ്രസവിച്ചു. അതാണ് നരനാരായണൻ എന്ന് പറയുന്നത്. നരൻ എന്ന സഖാവോട് കൂടിയ നാരായണമൂർത്തിയെ നിൻ തിരുവടിയെ പ്രസവിച്ചു. നാരായണമൂർത്തിയായ നിൻ തിരുവടിയെ പ്രസവിച്ചു. നിൻ തിരുവടിയുടെ അവതാരകാലത്ത് തുന്തിലരായ ദേവഗുണങ്ങൾ പെരുമ്പറ മുഴക്കിക്കൊണ്ട് പുഷ്പസഞ്ചയങ്ങളെ വർഷിച്ചു, വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത അവതാരം അംശാവതാരം ജനിച്ചു, നരനാരായണ അവതാരം. നമ്മൾ ആദ്യം കപിലാവതാരം കഴിഞ്ഞു, അടുത്ത നരനാരായണന്റെ അവതാരമാണ് ഇപ്പൊ വായിച്ചത്. ധർമ്മരാജാവിന്റെ പത്നിയായ മൂർത്തി എന്നവളാകട്ടെ സകലരാലും വർത്തിക്കപ്പെട്ട മഹിമയോട് കൂടിയവരും. ധർമ്മരാജാവിന് 9 കന്യകമാരുള്ള ദേവകൂലി കൊടുത്തത് ആദ്യത്തെ മനു. അപ്പോ അതിലൊരാളാണ്. അപ്പൊ ധർമ്മരാജാവിന്റെ പത്നിയായ മൂർത്തി എന്നവളാകട്ടെ സകലരാലും വാഴ്ത്തപ്പെട്ട മഹിമയോട് കൂടിയവനും നരൻ എന്ന സഖാവോട് കൂടിയ നാരായണമൂർത്തിയെ ആയ നിൻ തിരുവടിയെ പ്രസവിച്ചു. നിൻ തിരുവടിയിലെ അവതാരകാലത്ത് ആനന്ദനിലയമായ ദേവഗണങ്ങൾ പെരുമ്പറ മുഴക്കിക്കൊണ്ട് പുഷ്പസഞ്ചയങ്ങളെ വർഷിച്ചു, വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ലോകം. ദൈത്യം സഹസ്ര കവചം കവചൈഹി പരിമിതം സാഹസ്രവത്സര തപഃ സമരാഭിലവ്യൈഹി പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ തിഷ്ടൈക കൊങ്കടമുമം നൃഹതാം സലീലം. ദൈത്യം സഹസ്ര കവചൈഹി പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഹി പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്ത തിഷ്ടൈക കങ്കുടമുമം നൃഹതാം സലീലാം. ദൈത്യം സഹസ്ര കവചം കവചൈഹി പരീതം സാഹസ്ര വത്സര തപഃ സമര അഭിലപ്യൈഹി ഹൃദയായ നിർമ്മിത തപി സമരൗ ഭവന്തൗ സൃഷ്ടൈക കങ്കടം അമം നിഹിതാം സലീലം. സൃഷ്ടൈക കങ്കടം അമം നിഹിതാം സലീലം. ദൈത്യം സഹസ്ര കവചം കവചൈഹി പരിചിതം സാഹസ്രവത്സര തപഃ സമരഭിലപ്യൈ പര്യായ നിർമ്മിത തപ സമരൗ ഭവന്തൗ സൃഷ്ടൈക കങ്കടം ഹമും ഗൃഹീതം സലീലം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. 1000 സംവത്സരകാലത്തെ തപസ്സുകൊണ്ടും യുദ്ധം കൊണ്ടും മാത്രം ഛേദിക്കപ്പെടാവുന്ന കവചങ്ങളാൽ ചുറ്റപ്പെട്ട സഹസ്ര കവചൻ എന്ന അസുരനെ ഓരോരുത്തരായി ക്രമത്തിൽ ചെയ്യപ്പെട്ട തപസ്സോട് കൂടിയവരായി നാരായണന്മാരായ നിങ്ങളിരുവരും ഒരു കവചം മാത്രം ധരിച്ചു ശേഷിപ്പുള്ളവനായിട്ട് നിഷ്പ്രയാസം വധിച്ചു കഴിഞ്ഞു. 1000 സംവത്സരകാലത്തെ തപസ് കൊണ്ടും യുദ്ധം കൊണ്ടും മാത്രം ഛേദിക്കപ്പെടാവുന്ന കവചങ്ങളാൽ പുറപ്പെട്ട സഹസ്ര കവചൻ എന്ന അസുരനെ ഓരോരുത്തരായി ക്രമത്തിൽ ചെയ്യപ്പെട്ട തപസ്സോട് കൂടിയവരായി നരനാരായണന്മാരായ നിങ്ങളിരുവരും ഒരു കവചം മാത്രം ധരിച്ചുകൊണ്ട് അവരെ നിഷ്പ്രയാസം വധിച്ചു കളഞ്ഞു. അടുത്തത് 4-ാമത്തെ ശ്ലോകം. അന്വാചരന് ഉപദേശന് അവിമോഷധർമ്മം താമ്രദുർമാൻ ബദരികാശ്രമം അദ്യപാസ്യൈ ശുക്രദത്തെ സമതപോബലൻ നിസഹ്മ ദിവ്യാംഗന പരിവൃതം പ്രതികായമാനം അനാചരൻ ഉപദേശൻ അഭിമോക്ഷധർമ്മം താമ്രദുർമാൻ ബാലികാശ്രമം അന്യപാസ്യൈ ശുക്ര അദത്തെ തമ തപോബല നിസ്സഹാത്മാ ദിവ്യാംഗന പരിവൃതം പ്രതികായ
മാത്രം. നീ തിരുവടി സഹോദരനായ നരനോട് കൂടി മോക്ഷം ലഭിക്കാനുള്ള ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ടും ബദരികാശ്രമത്തിൽ പുറത്തു വന്നു. അക്കാലത്ത് ദേവേന്ദ്രൻ നിന്തിരുവടിയുടെ ഇന്ദ്രിയ നിഗ്രഹം അവോശക്തി എന്നിവയാൽ അസൂയോടുകൂടിയവനായിട്ട് അപ്സരസുകൾ ചൂഴപ്പെട്ട കാമദേവനെ പറഞ്ഞയച്ചു. അതായത് ഇന്ദ്രൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കസേര പോകുമെന്ന് പേടിയുണ്ട്. അപ്പോ നമ്മുടെ ഈ നരനാരായണൻ വളരെ വളരെ അറിയില്ലാത്ത നരനാരായണൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണെന്ന് ഇന്ദ്രൻ അറിയില്ലല്ലോ. ഈ നരനാരായണൻ വലുതായിട്ട് വരുന്നുണ്ട്, അയാളൊന്ന് തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ധാരാളം അപ്സരസുകൾ ചൂഴപ്പെട്ട കാമദേവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. നിന്തിരുവടി സഹോദരന്മാരായ നരനോട് കൂടി മോക്ഷം ലഭിക്കുവാനുള്ള ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ടും ബദരികാശ്രമത്തിൽ നിന്നും പുറത്തു വന്നു. അക്കാലത്ത് ദേവേന്ദ്രൻ നിന്തിരുവടിയുടെ ഇന്ദ്രിയ നിഗ്രഹം തപശക്തി എന്നിവയിൽ അസൂയോട് കൂടിയവനായിട്ട് അപ്സര സ്ത്രീകളാൽ ചൂഴപ്പെട്ട കാമദേവനെ നിന്നെ കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ടു. കൊല്ലാനോ വശീകരിക്കാനോ ആയിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറയാം. കാമോ വസന്താലയ നീലബന്ധുശാലി കാന്താകടാശ വിശിഖൈഹി വികസദ്വിലാസൈഹി വിദ്യൻ മുഹുരകമ്പമുദീക്ഷ്യത്വാം വീരസ്തയാത ജഗദേന മൃദുഭാസഭാജ. കാമോ വസന്തമാലയാനി മലയാനി കാമോ വസന്തമലയാനി ലന്തഭാശാലി കാമോ വസന്തമലയാനി നിലബന്ധുശാലി കാമോ വസന്തമലയാ നിലബന്ധുശാലി കാന്താകടാശ വിജഗൈ വികാസ വിലാസൈഹി വിദ്യൻ മുഹൂർത്ത മുലികമ്പമുദീക്ഷ്യത്വാം വിദ്യൻ മുഹുരകമ്പ സമുദിശ്യത്വാം വേദയോസ്തത ജഗദേ മഹരദാസഹാജാം. കാമോ വസന്തമലയ അനിലബന്ധുശാലി കാന്താകടാശ വിശിഖൈ വികസദ്വിലാസൈഹി വിദ്യൻ അകമ്പം ഉദ്ദേശിത്വാം വേദത്വയോ ജഗദേ മൃദുഹാസഭാജ. കാമോ വസന്തമലയ അനില ബന്ധുശാലി കാന്താകടാക്ഷ വിശിഖൈഹി വികസത് വിലാസൈഹി വിദ്യൻ അകമ്പം ഉദ്ദേശിത്വാം വേദത്വയാത് ജഗദേ മൃദുഹാസഭാജ. കാമോ വസന്തമലയാ നിലബന്ധുശാലി കാന്താകടാശ വിശിഖൈഹി വികാസത് വിലാസൈഹി വിദ്യൻ മുദീക്ഷ്യത്വാം വേദസ്തയാത ജഗതോ മൃദുഹാസഭാജ. ഇതിന്റെ പിരിച്ചു പറയാണ്. കാമഹ വസന്തമലയ അനില ബന്ധുശാലി കാന്ത കടാശ വിശ്വൈഹി വികസത് വിലാസൈഹി വിദ്യൻ മുഹുർമുഹു അകമ്പം ഉദീക്ഷ്യത്വാം മേയഃ തഥാ യഥാ ജഗതോ മൃദുഹാസ രാജാം. കാമം വസന്തമലയ അനിലബന്ധുശാലി കാന്താകടാശ വിശിഖൈഹി വികസ്വിലാസന വിദ്യൻ മുഹുർമുഹു അകമ്പം ഉദീക്ഷ്യത്വാം വേദത്വയോ അഥ ജഗതേ മൃദുഹാസഭാജാം. കാമോ വസന്തമലയ നിലബന്ധുശാലി കാന്താകടാശ വിശിഖൈഹി വികസദ്വിലാസൈഹി വിദ്യൻ മുഹുരകമ്പമുദീക്ഷ്യത്വാം ഭൂയസ്തയോല ജഗതേ മൃദുഹാസഭാജാം. ഇതിന്റെ മീനിങ് എന്താന്ന് കേട്ടിരിക്കുന്ന 5ാമത്തെ ശ്ലോകത്തോട് മീനിങ്. വസന്തൻ മലയാനിലൻ എന്നീ ബന്ധുക്കളോടുകൂടിയ കാമദേവൻ വിസ്തരിച്ച വിലാസങ്ങളോടുകൂടി സുരസുന്ദരങ്ങളുടെ കടാക്ഷമാകുന്ന ബാണങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും എയ്തിട്ടും നിന്തിരുവടിയെ യാതൊരു ഇളക്കവുമില്ലാത്തവനായി കണ്ട് ഭയപ്പെട്ടവനായി അനന്തരം മന്ദഹാസത്തോടുകൂടി നിന്തിരുവടിയാൽ അരുളി ചെയ്യപ്പെട്ടു. വസന്തൻ മലയാളിലെ എന്നീ ബന്ധുക്കളോടുകൂടിയ കാമദേവൻ വിസ്തരിച്ച വിലാസങ്ങളോടുകൂടി സുരസുന്ദരികളുടെ കടാക്ഷകളാകുന്ന ബാണങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും എയ്തിട്ടും നിന്തിരുവടിയുടെ യാതൊരു വിളക്കമില്ലാത്തവനായി കണ്ട് ഭയപ്പെട്ടവനായി പോയി. അനന്തരം മന്ദഹാസത്തോടുകൂടി നിന്തിരുവടിയാൽ അത് അരുളി ചെയ്യപ്പെട്ടു. വസന്തൻ മലയാളിലെ എന്നീ ബന്ധുക്കളോട് കൂടിയ കാമദേവൻ വിസ്തരിച്ച വിലാസങ്ങളോടുകൂടി സുരസുന്ദരികളുടെ കടാക്ഷങ്ങളാകുന്ന ബാണങ്ങളെ കൊണ്ട്
വീണ്ടും വീണ്ടും എഴുതിയിട്ടും നിരന്തരവടിയെ യാതൊരു ഇളക്കവുമില്ലാത്തവനായി കണ്ടിട്ട് ഭയപ്പെട്ടവനായി അനന്തരം മന്ദഹാസത്തോടുകൂടി നിന്തരുവടിയാൽ അരുളി ചെയ്യപ്പെട്ടു. കാമദേവനെ അരുളി ചെയ്ത് വിട്ടു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേ ത്വമിത്തമുത്താവിലപദ്മയോനിഃ അനന്തഭൂമാമലോകരാശിം നിരുന്തിവാതാലേവാസ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇതോടെ ഇന്നത്തെ അധ്യായത്തിലെ 16ാമത്തെ ദശകമായ നരനാരായണ അവതാരവും ദക്ഷയാഗവും അതിലെ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളുടെ അവതരണം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ അധ്യായം ഇവിടെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ.